Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ചിക്കൻ മാരിനേഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 കിലോ ചിക്കൻ ആട്ടോ ഗൈസ് എടുത്തേക്കുന്നത്. ചിക്കൻ എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഓഫ് മുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് തൈര് ഇട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4-5 സവാളയാണ് എടുത്തേക്കുന്നത്. റൈസിനും കറിക്കും കൂടിയാണ് സവാള എടുത്തേക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് നല്ലോണം അരിഞ്ഞെടുക്കുക. ഇഞ്ചി ഒരു 1/2 ഇഞ്ചോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ക്ലീൻ ചെയ്ത് നീളത്തിൽ അരിഞ്ഞെടുക്കുക. 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അരിയായിട്ട് എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി പാനിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ജീരകവും കൂടി ഇടണം കേട്ടോ. അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇടേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ ഈ സവാള ഇടുന്നത് നമ്മുടെ റൈസിന് വേണ്ടിയാണ് കേട്ടോ ഗൈസ്. സവാള ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞ് കിട്ടിയാൽ മതി, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഴന്നതിന് ശേഷം നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 8 ഗ്ലാസ് വെള്ളം ഉണ്ടോ ഒഴിക്കേണ്ടത്. അങ്ങനെ കഴുകിയെടുത്ത അരിയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ചു വെച്ച് ഞാൻ വേവിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ പാനിലേക്ക് വേറൊരു ചെറിയൊരു പൊടിക്കൈ ഉണ്ട്. അപ്പോൾ നമുക്കത് ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സവാള നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും ചെയ്യാൻ പോണത്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സവാള വേഗം ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപ്പും കൂടി ഇട്ട് വേഗം ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ ഗൈസ്. ഇനി നമുക്ക് വേറെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് നെയ്യ് ഒഴിച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലോണം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി കേട്ടോ ഗൈസ്. അങ്ങനെ ചിക്കൻ മുരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിക്കായിട്ടുള്ള പണി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് വേപ്പില ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതിനുശേഷം ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് പാകത്തിനായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂണോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ചിക്കൻ മസാല 2.5 ടീസ്പൂൺ ഓഫ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ തക്കാളി കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്നതുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് വഴന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടിക്കൈയായിട്ടുള്ള നമ്മുടെ ഈ സവാള മൊരിയിച്ചത് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാനാണ് കേട്ടോ ഗൈസ് ഞാൻ ഇങ്ങനെ ഒരു പൊടിക്കൈ ചെയ്തത്. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നല്ലോണം അത് മിക്സ് ചെയ്യുക. മസാല ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. നമുക്ക് ദമ്മിട്ടാൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ഉരുളി എടുത്ത് വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക്. എന്നിട്ട് ഫസ്റ്റ് ലെയർ എന്ന പോലെ നമുക്ക് ചിക്കൻ കറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് പുറമെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന റൈസ് സെക്കൻഡ് ലെയർ എന്ന പോലെ ഇട്ട് കൊടുക്കാം. അതിന് പുറമെ വീണ്ടും നമ്മൾ ആ ചിക്കൻ കറി ഒന്നും കൂടി ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുറമെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2-3 ലെയർ ഇട്ടതിന് ശേഷം നല്ലോണം തട്ടിപ്പൊത്തി വെക്കാം. എന്നിട്ട് പുറമെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന പോലെ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കുക. നെയ്യും കൂടി ഒന്ന് പുറമെ തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടോ ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇത് സാലഡൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്നു അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഉണ്ടാക്കണ പോലെ ഒന്നും പറയില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ബൈ.